ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ആദ്യം പിണറായിസ്ഥിനെതിരെയുള്ള പോരാട്ടം എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഈ മുന്നണിയിലേക്കുള്ളൊരു പ്രവേശനം അസാധ്യമാണ് എന്നൊരു ഘട്ടം വന്നപ്പോൾ അൻവർ പറഞ്ഞൊരു ഡയലോഗ് അത് സജീവമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. സതീശനിസം എന്നൊരു പുതിയ പ്രയോഗം കൂടി അൻവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു രീസം ഉണ്ടോ? അങ്ങനെ രസമില്ല. ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന്, പരാജയപ്പെട്ടാലും പൂർണ്ണ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിന്, അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ടോ? വ്യാഖ്യാനം ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ എത്ര തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുത്തിട്ടുള്ള, ഞാൻ ഉമ്മൻചാണ്ടി ഒരുമിച്ച് 10-18ഓളം തെരഞ്ഞെടുപ്പുകൾ നേതൃത്വം കൊടുത്തു. ആ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോകും. പക്ഷേ ഞങ്ങളതാരും പറയാറില്ല, എൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത്, ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ. ഇപ്പം തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആളുകൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരാരും പറഞ്ഞിട്ടില്ല, അവരൊരു ആവേശം കൊണ്ടാണ്. അപ്പം ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്ന വിജയമാണ്. അപ്പോൾ അതെല്ലാവർക്കും അതിന് അവകാശികളാണ്. അതുകൊണ്ട് ഈ നിലമ്പൂരിലെ വിജയം ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അമൽ തേരമ്പറമ്പിലുണ്ട് വിശദവിവരങ്ങളുമായി. ഒപ്പം അമൽ, ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള സംഭാഷണത്തിൽ എന്തൊക്കെ വിശദമായ കാര്യങ്ങളാണ് രമേശ് ചെന്നിത്തല പങ്കുവച്ചത്? സതീശനിസം എന്നൊന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. പിണറായിക്കെതിരെയുള്ള പോരാട്ടം പോലെ തന്നെ സതീഷ് ഈസത്തിനെതിരായ പോരാട്ടം കൂടിയാണ് താൻ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് PV അൻവർ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണ് അങ്ങനെ ഒരു വാക്ക് സജീവ ചർച്ചയിലേക്ക് വരുന്നത്. VD സതീശൻ UDF-ൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു. അതിപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ PV അൻവറിന്റെ മുന്നണിയിലേക്കുള്ള വരവിന്റെ കാര്യത്തിലാണെങ്കിലും VD സതീശൻ കടുത്ത നിലപാടെടുത്തു. മറ്റു നേതാക്കൾക്കെല്ലാം തന്നെ അൻവറിനെ കൂടി ഒപ്പം കൂട്ടി മുന്നോട്ട് പോകണം എന്നൊരു നിലപാടുണ്ടായിരുന്നു. അത് സതീശനടക്കമുള്ള കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ തുറന്നു പറയുകയും ചെയ്തു. കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തു. AP അനിൽകുമാർ അടക്കമുള്ളവരും ആ സമാന നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ VD സതീശൻ ഒറ്റയ്ക്കൊരു നിലപാട് ശക്തമായി തന്നെ എടുത്തു. ആ നിലപാട് ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അൻവർ വേണ്ടതില്ല, അൻവർ മുന്നണിയിലേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി സതീശന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അൻവറിന്റെ കാര്യത്തിൽ അൻവർ നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് വന്നാൽ മാത്രം മതി എന്നൊരു കാര്യം VD സതീശൻ അങ്ങ് പറയുകയായിരുന്നു. ആ പറച്ചിലിൽ പല ആളുകൾക്കും ലീഗ് അടക്കമുള്ളവർക്ക് ചില അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീട് പക്ഷേ അൻവർ എടുത്ത നിലപാട്, അൻവർ പുറത്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ സതീശന്റെ നിലപാടായിരുന്നു ശരി എന്നതിലേക്ക് കാര്യങ്ങൾ UDF-ലേക്ക് എത്തി എന്നുള്ളതാണ് ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ. കാരണം അൻവർ പിന്നീട് UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിമർശിക്കുന്നു തുടർച്ചയായി തന്നെ. അതോടൊപ്പം തന്നെ മുന്നണിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പരുവത്തിനുള്ള പല പരാമർശങ്ങളും അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ലീഗ് അടക്കം പറയുന്നു ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നതാണ്, അതിനാൽ തന്നെ അൻവറിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് വരികയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ അത് ക്ലോസ്ഡ് ചാപ്റ്റർ എന്നുള്ള നിലയിലേക്ക് ഒരു സതീശൻ എടുത്ത നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റു നേതാക്കളും എത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതൊക്കെ ഉള്ളപ്പോൾ പോലും